കേരളത്തിലെ മാരേജ് എന്ന് പറയുന്നത് ഒരു ഫാമിലി അതുവരെ സമ്പാദിച്ചിട്ടുള്ള എല്ലാ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ജസ്റ്റ് ഒരു ഗെയിം മാത്രമാണ്. അതിനകത്ത് ജയിക്കാം, തോക്കാം, എന്ത് സംഭവിക്കാം. അതല്ലേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതെന്ന് പറയുന്നത്. പരിചിതമല്ലാത്തുള്ള മറ്റൊരു സ്ഥലത്തേക്ക് സ്ത്രീയെ, പെൺകുട്ടിയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ പുരുഷനെക്കാട്ടി കൂടുതൽ ഇതിനകത്ത് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് സ്ത്രീയാണ്. ഞാൻ ചെറിയ കുറച്ച് അഡ്വൈസ് ഒക്കെ തരാം. സ്ത്രീധനം ചോദിച്ചു വാങ്ങിച്ചല്ല നിങ്ങളുടെ കല്യാണം നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക. സ്ത്രീധനം ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ട് ഒരു ഫോണിലോ ഏതിലേലും റെക്കോർഡ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക. പിന്നെ ഒരു കാലത്തും കല്യാണം കഴിക്കാത്ത വിധത്തിൽ അവനെ അങ്ങ് ആക്കി വിട്ടേക്കുക. ഇത് കുറ്റകൃത്യമാണ്. നിങ്ങളെ ഒരാൾക്ക് വിൽക്കുമല്ല, അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ക്യാഷ് ചോദിക്കുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അത് കുറഞ്ഞു പോയി, ഇത് കുറഞ്ഞു പോയി എന്നൊക്കെ പറയും. ഇങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. റോങ് ആണ്, നമ്മുടെ രാജ്യത്ത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നിന്നു കൊടുക്കരുത്. നിങ്ങൾ ഒരു പെർഫെക്റ്റ് വൈഫായിട്ട് നിൽക്കാനല്ല ശ്രമിക്കേണ്ടത്, ഒരു റിയൽ വൈഫായിട്ട് നിൽക്കുക. പേഴ്സണാലിറ്റി നിങ്ങളുടെ എന്താണോ അത് മിസ്സാക്കി കളയരുത്. പുതിയ വീട്ടിലോട്ട് വന്നതാണ്, അപ്പൊ അച്ഛനും അമ്മയും പേരൻസ്, ടീച്ചേഴ്സ്, ഫാമിലിയിലുള്ളവര് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വൈഫ് നിൽക്കേണ്ട രീതി, അതേ രീതിയിലൊക്കെ അവിടെ പോയി ബിഹേവ് ചെയ്യണമെന്ന് പറയും. സ്വന്തം പേഴ്സണാലിറ്റി കളഞ്ഞു കുളിച്ച് അങ്ങനെ ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രഷർ കൂടി വരികയും മറ്റൊരവസ്ഥയിലോട്ട് പോവുകയൊക്കെ ചെയ്യും. ഒട്ടും ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല. ആ റിലേഷൻഷിപ്പ് സ്പോയിൽ ആയി പോകും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വ്യക്തമായിട്ട് പാർട്ട്ണറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ ഈ രീതിയിലുള്ള ഒരാളാണ്, അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇങ്ങനെ പെരുമാറാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, ഇവിടെയും അങ്ങനെ തന്നെ നിൽക്കാനാണ് എന്റെ ആഗ്രഹം എന്നുള്ള വിധത്തിൽ പറയാം. ഇതൊന്നും ആർക്കും വഴക്കുണ്ടാക്കുക എന്നുള്ള കാര്യമില്ല കേട്ടോ. പറയാതെ വെച്ചിട്ട് ഞാൻ ഇങ്ങനല്ല എന്ന് ഒരു വർഷം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതിനു മുമ്പ് പാർട്ണറുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വളരെ പൊളൈറ്റ് ആയിട്ട് റെസ്പെക്ട് കൊടുത്ത് സ്നേഹത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ആരോടും പറയാതെ നമ്മൾ ചെയ്തിട്ട് പിന്നെ പോയി വഴക്കുണ്ടാക്കുന്നതെന്ന് പറയുന്നതാണ് പലയിടത്തും റോങ് അടിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് ഭർത്താവിന്റെ ഇഷ്ടങ്ങളിൽ അലിഞ്ഞു ചേരുക എന്ന് പറയുന്നതല്ല. ഭർത്താവിന് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, അതെല്ലാം ഇനി എന്റെ ഇഷ്ടങ്ങളാണെന്ന് കണ്ട് അതിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഹോബീസ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തുടക്കത്തിൽ കുറച്ച് നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ദീർഘകാലത്തേക്കുള്ള ഒരു കോൺട്രാക്ട് പോലാണല്ലേ വിവാഹം പോകുന്നതെന്ന് പറയുന്നത്. അത്രയും നാളത്തേക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ഹോബീസും ഒന്നും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളും ഭർത്താവിന്റെ ഇഷ്ടങ്ങളും ഒക്കെ കൺസിഡർ ചെയ്ത് ഒരേപോലെ മുന്നോട്ട് പോവുക. വിവാഹ ജീവിതത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ്, സെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനോട് നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് വേണ്ട. നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങള്, ഭയങ്ങള്, ഇഷ്ടക്കേടുകള് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ലതാണെന്നുള്ളതല്ല, മസ്റ്റ് ആണ്. എന്നാൽ മാത്രമേ ഒരു ക്ലാരിറ്റി ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അവർക്കും ചിലപ്പോൾ ഇതിനകത്ത് പല കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാകാം, ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംസാരിച്ചിട്ട് വളരെ പെട്ടെന്നല്ലാതെ സ്ലോയില് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഫാമിലിയിലുള്ള എല്ലാവരിൽ നിന്നും റെസ്പെക്ട് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. റെസ്പെക്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ കാര്യങ്ങളുടെ അഭിപ്രായം ചോദിക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ചോദിക്കുക, അത് കൺസിഡർ ചെയ്യുക. ഇഷ്ടക്കേടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നതല്ല റെസ്പെക്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് മ്യൂച്വൽ ആയിട്ട് ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നതാണ്. ഇത് പല സമയത്തും ചിലപ്പോൾ ബ്രേക്ക് ആയി പോകാറുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്. അവർക്ക് റെസ്പെക്ട് കൊടുത്ത് അവരുടെ അടുത്ത് പറയാം, ഇത് എന്റെ ഒരു നീഡാണ്, എന്റെ ആവശ്യമാണ്, അതും കൂടെ കിട്ടുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്, നമ്മുടെ ഫാമിലി ലൈഫിന് നല്ലതല്ലേ എന്നുള്ള വിധത്തിലൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ കരിയറും മറ്റ് സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടല്ല നിങ്ങളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. ചില വ്യക്തികൾ ഇപ്പൊ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജോബ് റിസൈൻ ചെയ്തിട്ട് പോകാറുണ്ട്. പക്ഷെ ആ രാജ്യത്ത് പോയിട്ട് ജോബ് നോക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കുമല്ലോ പോകുന്നത്. അതൊന്നും അല്ലേ പറഞ്ഞത്. ചിലർ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഈ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കാര്യം നോക്കി നിൽക്കുവാണെന്നുള്ള വിധത്തിലായിരിക്കും. നിങ്ങൾ അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളും കരിയറും എല്ലാം കളഞ്ഞിട്ട് പോകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ തന്നെ അവരുടെ അടുത്ത് പരാതി പറയും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കളഞ്ഞതെന്നൊക്കെ. അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും വിവാഹത്തിന് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിക്കരുത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഉപേക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരിക്കലും സ്വപ്നങ്ങൾ മാറ്റി വെച്ചോണ്ടല്ല വിവാഹത്തിന് പോകേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കുന്ന, അതിനെ ഗൈഡ് ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പാർട്ണർ എന്ന് പറയുന്നത്.
ഒരുപാട് കിടന്ന് സ്വപ്നം കാണണ്ട. നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒരു മനുഷ്യനെയാണ്, അല്ലാതെ നിങ്ങളുടെ സ്വപ്നത്തിലെ നായകനെ അല്ല. ആ സ്വപ്നത്തിലെ നായകൻ ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കും, എന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും. അദ്ദേഹം ജസ്റ്റ് ഒരു സാധാരണ വ്യക്തി മാത്രമാണ്. ദേഷ്യം ഉണ്ടാകാം, വിഷമം ഉണ്ടാകാം, എല്ലാവിധ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും. കുറച്ചു നാൾ കഴിയുമ്പോഴത്തേന് കൊച്ചു കൊച്ചു പിണക്കങ്ങളും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ ഒരുമിച്ച് അതിനെ ഫേസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. ആ ഒരു കാര്യം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇപ്പോഴേ അതങ്ങ് മനസ്സിൽ വെച്ചേക്കുക. വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല. സപ്രസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് നാളത്തേക്ക് പറ്റത്തില്ല. സന്തോഷമോ വിഷമോ ദേഷ്യമോ ഒക്കെ തോന്നി ഇത് മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് വെളിയിൽ വരും. അപ്പോൾ കൂടുതൽ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതിന് പകരം സ്ലോയിൽ റിലീസ് ചെയ്യാനായിട്ടുള്ള നമ്മളൊരു സെൽഫ് ട്രെയിനിങ് തന്നെ എടുക്കുക. നമുക്ക് നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. വിഷമത്തിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. മറ്റുള്ളവർ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് കൺട്രോൾ ഇല്ലാതെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കയറി ഇടപെടാനും ഒത്തുതീർപ്പിന് വരാനും ഒക്കെ പറ്റും. ഈ ഒത്തുതീർപ്പിന് വരുന്നവരായിരിക്കും നിങ്ങൾ രണ്ടുപേരെയും കൂടെ തെറ്റിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇമോഷൻസിന്റെ കാര്യമോ ഒക്കെ പുറത്തറിയാതെ നിങ്ങൾക്കിടയിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കുക. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ പുരുഷന്മാർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളതാണെന്നൊക്കെ തോന്നും. ഒരിക്കലും എഗൻസ്റ്റ് ആയിട്ടുള്ളതൊന്നും അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ്. അത് വേറൊരു വീഡിയോയിൽ പറയാം.